5 വർഷം മുമ്പ് വനംവകുപ്പ് പിടിച്ചെടുത്ത JCB വിട്ടുകൊടുക്കാത്തതിൽ ആദിവാസി യുവാവിന്റെ പ്രതിഷേധം. JCBക്കുള്ളിൽ കയറി പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന യുവാവിന്റെ ഭീഷണി. കഞ്ഞിക്കുഴി പഴയരിക്കണ്ട സ്വദേശി അജീഷാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. 4 മണിക്കൂർ നീണ്ട സമരത്തിന് ശേഷം DFOയുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. ഈ 5 വർഷക്കാലമായിട്ട് ഈ വിട്ടുകാരില്ല. ഇന്ന് പിന്നെ ഞാൻ ചർച്ചോണ്ടിരിക്കുക. ഞാൻ എങ്ങനെ അടയ്ക്കുന്നു? ഞാൻ എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് ഞാൻ മരം കുലിക്കുന്നില്ലണോ? ഞാൻ ആവും അധ്വാനിച്ചതാ. 2020 കഞ്ഞിക്കുഴിയിൽ വീട് നിർമ്മാണത്തിനായി മണ്ണ് മാറ്റുന്നതിനിടെ വനംവകുപ്പിന്റെ സ്ഥലമാണെന്ന് ആരോപിക്കുകയും JCB ചെമ്പൻകുഴി ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതുപ്രകാരം JCBയുമായി എത്തിയെങ്കിലും കേസെടുത്ത ശേഷം JCB വിട്ടുകൊടുത്തില്ലെന്നും അജീഷ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് വനംവകുപ്പിനുണ്ടായ നഷ്ടം 500 രൂപ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അറിയാൻ കഴിഞ്ഞതായും അജീഷ് വ്യക്തമാക്കി. നഗരംപാറ റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് തന്റെ JCB നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള നേര്യമംഗലം ചെമ്പൻകുഴി ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ചത്. എന്നാൽ കോടതി ഉത്തരവുണ്ടായിട്ടും JCB വിട്ടുകൊടുക്കാൻ വനപാലകർ തയ്യാറായില്ലെന്നും കഴിഞ്ഞ 5 വർഷം കൊണ്ട് വാഹനം പൂർണ്ണമായി നശിച്ചുവെന്നും JCB പിടിച്ചിട്ടതോടെ വലിയ കടബാധ്യതയാണെന്നും ജീവിതം തകർന്നുവെന്നുമാണ് അജീഷിന്റെ ആരോപണം. തനിക്കുണ്ടായ നഷ്ടം തിരികെ കിട്ടാതെ പിന്നോട്ടില്ലെന്നും ഇയാൾ വ്യക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ കഞ്ഞിക്കുഴി വിദ്യാലയം പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ പണി ചെയ്യുന്ന പറഞ്ഞ അതിൻ്റെ സംഭവം നടത്തിയിട്ട് ഒരു യോഗം നടത്തി. അതിൻ്റെ പിന്നെ അതിൻ്റെ അടുത്ത ദിവസം മറ്റേ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കവളങ്ങാട് പഞ്ചായത്ത് ജനപ്രതിനിധികളും ഊന്നുകല്ല് പോലീസ് ഇൻസ്പെക്ടറും സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയിൽ DFOയുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. സിറ്റി വിഷൻ ഇടുക്കി.